നമസ്കാരം. ജനഹിതം കണ്ടില്ലെന്ന് നടിച്ചു മുന്നോട്ടു പോകുന്ന ജനകീയ നേതാവ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നമുക്കറിയാം, വൻ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ എത്തിയതിന്റെ കാരണം എന്താണെന്ന്. BJP എത്ര വലിയ ഒത്തുകളിയാണ് പിണറായി വിജയനുമായി നടത്തിയെന്നുള്ളത് വളരെ വ്യക്തമായ മൊഴിയുണ്ടായിട്ടും, പിണറായി വിജയനെതിരെ വളരെ വ്യക്തമായ മൊഴിയുണ്ടായിട്ടും ഒന്ന് ചോദ്യം പോലും ചെയ്യാൻ BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. നമുക്കറിയാം, അതുകൊണ്ട് തന്നെ ജനങ്ങൾ UDFൽ വിശ്വസിച്ചു എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാവും. ജനങ്ങൾ വെറുക്കുന്ന ഒത്തുകളി രാഷ്ട്രീയം UDF നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ചെയ്യില്ല എന്ന് ജനങ്ങൾ വിശ്വസിച്ചു. എന്നാൽ നിർഭാഗ്യകരം, തികച്ചും നിർഭാഗ്യകരം, BJP ചെയ്യുന്ന അതേ ഒത്തുകളി UDFും ചെയ്തു തുടങ്ങിയിരിക്കുന്നു. പിണറായി വിജയനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുവാനുള്ള ആർജവമോ ഇച്ഛാശക്തിയോ വി.ഡി. സതീശനുമില്ല, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കുമില്ല. ഈ ചാനൽ UDF അധികാരത്തിലെത്താൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. കാരണം വ്യക്തമായി അറിയാം, BJP പിണറായി വിജയനുമായി ഒത്തുകളിക്കുവാണെന്നുള്ളത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് UDF അധികാരത്തിലെത്തണം, പിണറായി വിജയന്റെ ഭരണം അവസാനിക്കണം എന്ന് ആഗ്രഹിച്ചത്. എന്നാൽ ഞാൻ ഇന്ന് തീർത്തും നിരാശനാണ്. എനിക്ക് ബഹുമാനപ്പെട്ട ശ്രീ വി.ഡി. സതീശനോട് ഒന്നേ പറയാനുള്ളൂ: ജനങ്ങൾ മണ്ടന്മാരല്ല. ഞാൻ ഈ ചാനലിൽ ഒരു പോൾ നടത്തിയിരുന്നു. ഒരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സതീശനോ രമേശോ വിജയനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നതായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരങ്ങൾക്കുള്ള ഓപ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഒത്തുകളി രാഷ്ട്രീയം കളിക്കുന്നതുകൊണ്ട്, ഓപ്ഷൻ നമ്പർ 2 നട്ടലില്ലാത്തതുകൊണ്ട്, ഓപ്ഷൻ നമ്പർ 3 വിജയന്റെ കൈകൾ ശുദ്ധമായതുകൊണ്ട്. 87% ആളുകളാണ് ഒത്തുകളി രാഷ്ട്രീയം കളിക്കുന്നതുകൊണ്ട് എന്ന് മറുപടി പറഞ്ഞത്. അതിനർത്ഥം ജനങ്ങൾക്ക് എല്ലാം ബോധ്യമായിട്ടുണ്ട്. ഇനിയും ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. താങ്കളുടെ ജനകീയത ഒന്നുകൊണ്ട് മാത്രമാണ് താങ്കൾ ഇന്ന് മുഖ്യമന്ത്രി കസേരയിരിക്കുന്നത്. ജനങ്ങൾ താങ്കളുടെ കൂടെ ഉണ്ടെന്ന് ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അത്രയേറെ പ്രതിസന്ധികളുണ്ടായിട്ടും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ അമ്പിനും വില്ലിനും അടുക്കാതെ മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി വാശി പിടിച്ചിട്ടും താങ്കളെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന്റെ റീസൺ ജനങ്ങൾ താങ്കളുടെ കൂടെ ഉണ്ടതുകൊണ്ടാണ്. അത് താങ്കൾ മറന്നുപോകരുത്. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നാളെ താങ്കൾക്കെതിരെ എന്ത് പാളയത്തിൽ പടയുണ്ടായാലും താങ്കൾ എടുത്ത് ദൂരെ എറിഞ്ഞ് വേറെ ആളെ സിമ്പിളായിട്ട് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചാലും, KC വേണുഗോപാലിനെ പ്രഖ്യാപിച്ചാലും, ഒരു ജനവും താങ്കൾക്ക് വേണ്ടി തെരുവിലിറങ്ങില്ല, താങ്കൾക്ക് വേണ്ടി ശബ്ദിക്കില്ല. കാരണം താങ്കളുടെ ജനകീയത, താങ്കളുടെ ഈ ആത്മാർത്ഥത ഇല്ലായ്മ കൊണ്ട് താങ്കൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. അതുകൊണ്ട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ: എത്രയും പെട്ടെന്ന് പിണറായി വിജയനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുക. എന്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് പൊതുകടം ഇത്രയും ഭയാനകമായി വർദ്ധിച്ചു എന്നതിന്മേൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ അത് കണ്ടുപിടിക്കാൻ, അതിന്മേൽ അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുക. ആർജവത്തോടെ മുന്നോട്ട് പോവുക. നിസ്സാര കാര്യങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ സമയം പാഴാക്കി മുന്നോട്ട് പോയാൽ ജനകീയ നേതാവ് എന്നത്, ജനകീയത ഒരു തരിമ്പില്ലാത്ത നേതാവ് എന്ന ഒരു വിശേഷണത്തിലേക്ക് താങ്കൾ അധപതിക്കാൻ ഇനി അധികം സമയമെടുക്കില്ല. അതുകൊണ്ട് ഇതൊരു റിക്വസ്റ്റാണ്. ദയവ് ചെയ്ത് ആർജവത്തോടെ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരിയായി മാറുക. ജനങ്ങളുടെ ഹിതത്തിന് വില കൊടുക്കുക. കാരണം ജനങ്ങൾ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് താങ്കൾ ഇന്ന് ആ പദവിയിൽ നിൽക്കുന്നത്. ആ ജനങ്ങളോട് ഒരു തരിമ്പെങ്കിലും പ്രതിബദ്ധത താങ്കൾ കാണിക്കേണ്ട സമയമായിരിക്കുന്നു. ഇങ്ങനെ ഒന്നും അറിയാത്ത ഭാവത്തിൽ അല്ലെങ്കിൽ നടിച്ച് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ താങ്കൾക്ക് കഴിയില്ല. അങ്ങനെ മുന്നോട്ട് പോയാൽ ജനങ്ങൾ താങ്കളുടെ കൂടെ ഉണ്ടാവില്ല. താങ്ക് യു.